ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സുവിശേഷം നമുക്ക് വ്യക്തമാണ്. സമാധാനം തരുന്ന ഒരു തമ്പുരാൻ. എന്നിട്ട് കൃത്യമായി പറയും, ഞാൻ തരുന്ന സമാധാനം ലോകത്തിൻ്റെ പോലെയല്ല. ഞാൻ ചിന്തിച്ചു, ഈ ലോകത്തിൻ്റെ സമാധാനം എന്താ? നിങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം തുറക്കണമെങ്കിൽ ബൈബിള് മനസ്സിലാക്കണം. ലോകത്തിൻ്റെ സമാധാനം തുറക്കണമെങ്കിൽ TV വെച്ചാൽ മതി. സമാധാനമായി ഉറങ്ങണോ, ഇത്രയും വലിയൊരു മെത്ത വാങ്ങിച്ചാൽ മതി എന്ന് പറയും. ഏത് മെത്തയാണെന്ന് അച്ഛൻ പരസ്യം പറയണില്ല. സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇനി കൊതുക് തിരിയുടെയൊക്കെ പരസ്യം വെച്ച് അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുക് ഉണ്ടാവില്ല, സമാധാനത്തോടെ ഉറങ്ങാം. ഇന്ന സിമെന്റ് വെച്ച് വീട് പണിതാൽ ഉറപ്പായിട്ടും സമാധാനത്തോടെ ഉറപ്പോടെ കിടന്നുറങ്ങാം, തകരില്ല. ഇത്രയും നല്ലൊരു വണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾ സുരക്ഷിതരായി സമാധാനത്തോടെ യാത്ര ചെയ്യാൻ. ലോകം നൽകുന്ന സമാധാനം അങ്ങനെയാണ്. ഞാൻ തിരിച്ചു ചോദിക്കും, ഒരു 25 ലക്ഷം അല്ലെങ്കിൽ ഒരു 50 ലക്ഷം കടമുള്ളവന് എത്ര നല്ല ബെഡ് കൊടുത്താലും ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ശ്വാസം മുട്ടി അവസാന നിമിഷം ആശുപത്രിയിലേക്ക് പോകുന്നവന് 25 ലക്ഷം രൂപയുടെ വണ്ടിയിൽ സമാധാനത്തോടെ പോകാൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. ഇനി എത്ര നല്ല സ്ക്വയർ ഫീറ്റിന്റെ വീട് നല്ല സിമന്റ് കൊണ്ട് പണിതാലും തകരില്ലെന്ന് വിചാരിച്ചാലും ഒരു ഹൃദയസ്തംഭനം വന്ന് നിൽക്കുന്ന നമുക്ക് അതൊരു വലിയ തകർച്ചയാണോ? ആണോ? ക്യാൻസർ ഉള്ള ഒരു രോഗിക്ക് തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണോ അത്? ലോകം നൽകുന്ന സമാധാനം നൈമേഷികം. പക്ഷെ ദൈവം തരുന്ന സമാധാനം നിത്യം. ഇത് പറയുന്ന ആരാണെന്നറിയാമോ? ഈ അച്ഛനാ. അതാണ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തരുന്ന സമാധാനത്തിലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പറയുന്ന ആരാന്നറിയാമോ? ഇതിൻ്റെ അച്ഛനാ. കാരണം അച്ഛൻ്റെ അനുജൻ മരിച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ. മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുമെന്ന് പറയുന്നത് ഈ മരണത്തിന്റെ വിനാഴി കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഇരുന്നുണ്ട് ദൈവാശ്രയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. വെറുതെ പറയണല്ല. ാറ് വയസ്സുള്ള അനിയൻ ഈ മാസം അവസാനം 27-ാം തീയതി 28-ാം തീയതിയോ അവൻ ഓസ്ട്രിയക്ക് പോകേണ്ടതാണ്. പ്രാർത്ഥിക്കും, അച്ഛൻ്റെ കുടുംബമല്ല, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. പക്ഷെ അവസാന നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ദൈവമേ അവന് പെട്ടെന്ന് വിസ വരണം, പോകാനുള്ള കാര്യം വേണം, കുടുംബം സെറ്റിലാവണം. അവൻ ആഗ്രഹം 3 വർഷം കൊണ്ട് കടന്നു തീർക്കണം, കുടുംബം സെറ്റിൽ ചെയ്യണം, കല്യാണം കഴിക്കണം. പക്ഷെ അവന് വന്ന വിസ വിദേശത്തേക്കല്ല, പരലോകത്തേക്കാണ് വിസ. ആളുകൾ സമാധാനിപ്പിക്കാൻ പറയും കഴിവുള്ളവനായിരുന്നു, അവന് കഴിവുണ്ടെങ്കിൽ എല്ലാം നോക്കുമ്പോൾ കഴിവുള്ളവൻ ഇപ്പോൾ മണ്ണിന്റെ അടിയിലാണ്. പോകാനുള്ള കുറെ കാശ് ഇങ്ങനെ എടുത്തു വെച്ചു, അത് മുഴുവൻ ആശുപത്രി കൊണ്ടു കൊടുത്തു. അതുകൊണ്ടാണ് ഈ കാശ് നമുക്ക് വലിയൊരു ആശ്രയമാണോ? അല്ല. പെട്ടെന്നൊരു രോഗം വന്ന കൊടുക്കാനുള്ളൂ, അല്ലേ? അതെ. ഇനി കഴിവ് ഇതാണോ? ഒരമ്മ എന്നോട് പറഞ്ഞാൽ വെച്ചോ, അവന് ഞായറാഴ്ച പള്ളിയിൽ ഒരു അച്ഛൻ നിർബന്ധിക്കണ്ടല്ലോ. വേണ്ട അച്ഛോ, അച്ഛൻ അവന് കുറെ കടകളുണ്ട്, ഞായറാഴ്ച പോലും അവൻ പണിക്കുകൊണ്ട്. എൻ്റെ മോൻ നല്ല മോനാണ്, ഞങ്ങളെ നോക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ ഖേദകരമായി ആ കുടുംബത്തിലെ 1-2-3 ആഴ്ച മുമ്പ് ചെന്നു. അവൻ നിലയിന്ന് വീണ് കിടക്കുകയാണ്. ഇപ്പോ അമ്മയും അപ്പനും എന്നോട് പറഞ്ഞിരുന്നു അവൻ എന്നെ നോക്കിക്കോളെന്ന് പറഞ്ഞവര് ഇപ്പൊ അവനെ നോക്കിയ കഞ്ഞി കോരി കൊടുക്കുക. കഴിവാണോ? കഴിവ് അല്ല, ദൈവത്തിൽ ആശ്രയമാണ്. അന്തോണീസ് പുണ്യവാന്റെ കയ്യില് ഉണ്ണീശോ എപ്പോഴും ഉണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ള ദൈവത്തിൽ ആശ്രയം. യാക്കോബ് സ്ലിഹായുടെ ലേഖനം 4:8 കൃത്യമായിട്ട് പറയും, നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും. അന്തോണീസ് പുണ്യാളിനും ഉണ്ണീശോയും
അന്തോണിസ് പുണ്യാളന്റെ നടയിൽ നീ വരുമ്പോഴും നീ ആശ്രയിക്കേണ്ട ഒരു വചനം അതാ. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അന്തോണിസ് പുണ്യാളന്റെ കയ്യിലെ പോലെ നിന്റെ കയ്യിലും ഉണ്ണീശോ അരികിലുണ്ടാകും. ഇത് ബോധ്യം എന്നൊന്നേ, ബോധ്യം നിസ്സാരമായിട്ട് കിട്ടുന്ന കാര്യമല്ല അത്. അപ്പോ ദൈവത്തിൽ ആശ്രയിക്കണം. അച്ഛൻ അതാ പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കണം. വേറെ എല്ലാം എപ്പോ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മതി. സൗന്ദര്യം പോകും, മസിൽ പവറുകൾ പോകും, പ്രായം. നമ്മൾ ആരെങ്കിലും വിചാരിക്കേണ്ട ഈ പ്രായത്തിലൊക്കെ നമ്മൾ മരിക്കൂലെന്ന്. വെറുതെ. ഇവിടെയാണ് ദൈവികമായ ചൈതന്യം ഈ കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 8-ാം ഇടം തിരുനാൾ തന്നെ. ഈ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു വാക്ക്, ആദ്യ കുർബാന സ്വീകരണം പണ്ട് ഇതേപോലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 ഫോട്ടോ എടുത്താലായി, അത് കിട്ടി ഇങ്ങനെ കൊണ്ടുപോയി നടക്കുമ്പോൾ, ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി കാണിക്കുമ്പോൾ, നമ്മുടെ ഇന്നാണിപ്പോൾ എല്ലാത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിന് കുറേ ഫ്ലെക്സുകളൊക്കെ ഉള്ള, അന്നൊന്നുമില്ല. ഫോട്ടോ കൊണ്ടുപോയി ക്ലാസ്സിൽ കാണിച്ച പിള്ളേർ, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു മുസ്ലിമായിട്ടുള്ള കൂട്ടുകാരൻ ചോദിച്ചു, നിന്റെ കല്യാണം കഴിഞ്ഞാന്ന് ചോദിച്ചു. അവർക്ക് അറിഞ്ഞൂടാ. ഇന്നിപ്പോ എല്ലാ പരസ്യ കമ്പനികളുടെ മുകളിലും നമ്മുടെ പിള്ളേരുടെ ഫ്ലെക്സുകളൊക്കെ ഉണ്ട്. ആദ്യ കുർബാന സ്വീകരണ ഡ്രസ്സ് ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അന്ന് അറിഞ്ഞൂടെ ഇത് ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു റിഹേഴ്സലാ, കല്യാണത്തിന് മുമ്പുള്ള റിഹേഴ്സൽ. ഇവര് മാലാകമാരെ പോലെ എന്ന് പറയും, ഇനി മണവാളിനും മണവാട്ടിയെ പോലെ എന്ന് പറയും. അത് ഒരു ഒരുക്കമാ. എന്താ? ദൈവത്തിലേക്ക് നിങ്ങൾ ആദ്യം വെള്ളവസ്ത്രം ധരിച്ച് ജ്ഞാനസ്നാനത്തിന് അന്ന് നിങ്ങൾ തിരുസഭയോട് ഒന്നാവും. ആദ്യ കുർബാന സ്വീകരണം ഈശോയെ ഒന്നാക്കും. ഇനി ഈശോ തരുന്ന ആളെ ഒന്നാക്കുന്ന വെള്ളവസ്ത്രമാണ് പിന്നീട്. ഇപ്പം അതൊക്കെ മാറി. പിന്നീട് കല്യാണം. ഇനിയും അവസാനം ഒരു വെള്ളവസ്ത്രം, അതും അവനെ ഓർക്കുകയാണ്. അവൻ ആദ്യ കുർബാന സ്വീകരണത്തിൽ എൻ്റെ അനിയനെ ഞാൻ ഇതൊക്കെ അണിയിച്ച് ഒരുക്കിയത് ഓർത്തു. കൃത്യമായി കഴിഞ്ഞ 1 മാസം മുമ്പ് അവൻ ഇങ്ങനെ വെള്ളയിട്ട് കിടക്കുമ്പോൾ ഞാനിങ്ങനെ അവനേക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു കിരീടവും കയ്യിലൊരു കുരിശും പിടിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ വാക്കാണ്, ആദ്യ കുർബാന സ്വീകരണത്തിനാണ് ഈ ചേട്ടന് തന്നെ ഭാഗ്യമുണ്ടായി. എന്താ? നിത്യതയിലേക്ക് ഒന്നാവുക. ഒരു ക്രിസ്ത്യാനി ജനനം മുതൽ മരണം വരെ ഓർത്തിരിക്കേണ്ട കാര്യം, നീ ഒന്നാവുക ദൈവത്തോട്. ആ ദൈവത്തിലെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. വേറൊന്നിലും ആശ്രയിക്കരുത്. സ്ഥലത്തിൽ ആഗ്രഹിക്കരുത്. സമ്പത്തുണ്ടെന്ന് ബാങ്ക് ബാലൻസിൽ ആശ്രയിക്കരുത്, പോകും. ഇനി ഈ കാലത്തെ തലമുറയോട് പറയാനുള്ളത് 1-2 ഉള്ളൂ, മക്കളിലും ആശ്രയിക്കരുത്. ഞങ്ങൾ വൈദികര് പണ്ട് കാലത്ത് വിദ്യാലയങ്ങളും അതുമാത്രമായിരുന്നു. ഇന്ന് ഞങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് അനാഥ മന്ദിരങ്ങളും അഗതി മന്ദിരങ്ങളും പ്രായമുള്ളവർക്കുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കാനേ വകയുള്ളൂ മനുഷ്യന്. ഇവിടെ ഇരിക്കുന്നവർ എന്നോട് ചേർന്ന് നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കണ ഈ ഒരു കാര്യത്തിൽ. ഇപ്പോ 4 കാര്യങ്ങൾ ബൈബിളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വചനം ഇഷ്ടം പോലെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 58, വിനാശത്തിന്റെ കൊടുങ്കാറ്റടിച്ചാലും കർത്താവെ ഞാൻ നിന്നെ വിട്ടുപോകില്ലെന്ന് ഒത്തിരി ആശ്രയിക്കുന്ന വചനങ്ങളുണ്ട്. സിംഹക്കുട്ടികൾക്ക് ഇര കിട്ടാതെ വളർന്നേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല, വചനങ്ങളുണ്ട്. പക്ഷെ എന്നെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു മാസം വഴി നടത്തി എങ്ങനെ പിടിച്ചു നിർത്തുന്ന, ഈ ബലികൾ അർപ്പിക്കാൻ എന്നെ സഹായിക്കുന്ന 4 വചനങ്ങൾ. 2 സാമുവേലിന്റെ പുസ്തകം 22:31. കർത്താവിന്റെ സ്നേഹം അവികലമാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയാണ്. ക്യാൻസർ വന്നോട്ടെ, പരിച തട്ടി നിൽക്കും, ദൈവം കാത്തോളും. കടബാധ്യത ലക്ഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, ദൈവം കാത്തോളും. കുടുംബത്തിലെ തകർച്ചകളോ പ്രതിസന്ധികളോ ഉണ്ടായിക്കോട്ടെ, ദൈവം കാത്തോളും. പരിച. രണ്ടാമത്തേത് കൃത്യമായി പറയുന്ന കാര്യം, കർത്താവിന്റെ ആശ്രയിക്കുന്നവർക്ക് അവിടുത്തെ സ്നേഹം അവന് ചുറ്റും വലയം ചെയ്യും. അവന് ചുറ്റും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 10-ാം വാക്യം. മനുഷ്യനിൽ ആശ്രയിച്ചാണ്ടല്ല, കുറെ പേര് വരച്ചോ, അവൻ എന്നെ പറ്റിച്ചുപോയി, എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചു. മനുഷ്യനിൽ ആശ്രയിച്ച് ഇത്രയുള്ളൂ. ദൈവത്തിൽ ആശ്രയിച്ചാൽ സ്നേഹം ഇങ്ങനെ വലയം ചെയ്യും. ബാക്കിയുള്ളവരോട് മിസ് യു, ലവ് യു, അവൻ എന്നെ പറ്റിച്ചു, അവൻ എന്നെ പറയേണ്ടി വരും, ഹേറ്റ് യു എന്ന് പറയേണ്ടി വരും. പക്ഷെ ദൈവം സ്നേഹം.
മൂന്നാമത്തേത്, കൃത്യമായി നമ്മുടെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളത് ഓർക്കേണ്ടതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:25, കർത്താവിൽ ആശ്രയിക്കുന്നവന് നിത്യകാലം ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യം. ബാക്കിയുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചോ ബിസിനസ് തകർന്നു, പ്രതീക്ഷ പറ്റി. ഈ വാക്കുകളാണ് എൻ്റെ സഹയാത്രികരുണ്ട്. എൻ്റെ വിധിയാണെന്ന് വിചാരിക്കച്ചോ. 20 ലക്ഷം പോയി. പക്ഷെ കർത്താവിൽ ആശ്രയിക്കുന്നവന് നിത്യകാല ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യം. നാലാമത്തെ ചിന്ത, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്, എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുള്ള വചനമാണ്. വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ തന്നെ ഭയങ്കര ഉത്തേജനം കിട്ടുന്ന വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ചിറകടിച്ചുയരും. അവൻ ഓടിയാലും വീഴില്ല, നടന്നാലും തളരില്ല. വചനം അങ്ങനെ തീർക്കണേ. പ്രിയമുള്ളവരെ, ഇതിവിടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആശ്രയിക്കാനൊരു ദൈവം ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മളൊക്കെ അഹങ്കരിച്ചു പോകും. അഹങ്കരിക്കുന്നവനെ സുവിശേഷത്തിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ്. ഒരുത്തൻ അഹങ്കരിച്ചു, കളപ്പുരകളൊക്കെ ശേഖരിച്ച്, ഇനി ഞാൻ തിന്നുകുടിക്കുക, ആത്മാവെ സന്തോഷിക്കുക, ശരീരമേ ഞാൻ തിന്നുകുടിച്ച് ജീവിക്കാൻ പോണെന്ന് പറഞ്ഞു. ഇടുത്തി പോലെ ആ രാത്രി ഒരു ശബ്ദം, ഈ രാത്രി നിന്റെ ജീവൻ എടുത്ത നീ എന്ത് ചെയ്യും? കളപ്പുര എന്ത് ചെയ്യും? നിന്റെ വയറെന്ത് ചെയ്യും? നീ ഉണ്ടാക്കിയത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുമക്കൾക്കുള്ളതും ഇവിടെ ആയിരിക്കുന്ന തീർത്ഥാടകർക്കും ഈ തിരുനാളിന് തരാനുള്ള ഒരു കാര്യം, ദൈവത്തിനോട് ചേർന്ന് നിന്നോ, ദൈവം എങ്ങനെ ചേർന്ന് നിൽക്കും. ദൈവത്തിൽ ആശ്രയിച്ചോ, നിത്യകാലം നീ രക്ഷപ്പെടും. മറ്റു പലതിലും നീ ആശ്രയിച്ചോ, നീ ദുഃഖിക്കേണ്ടി വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം കൃത്യമായി പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്: നീ ദൈവത്തോട് ചോദിക്കാതെയും അവിടത്തേക്ക് ദൃഷ്ടികൾ ഉയർത്താതെയും എന്തെങ്കിലും ചെയ്തോ നിനക്ക് ദുരിതമാണ്. പറയുന്നത് ഇസ്രായേൽക്കാരോടാ. ഈജിപ്തിന്റെ രഥം പോയി, ആ രഥം കുതിരപ്പടയാളികൾ വിശ്വസിച്ചാൽ അവരൊക്കെ ജഡം. നീ വിശ്വസിക്കേണ്ടത്, നീ ചോദിക്കേണ്ടത്, ദൈവത്തോട് ചോദ്യം ചോദിക്കണം. ദൈവത്തിലേക്ക് ദൃഷ്ടിയുയർത്തി കണ്ണീരണിഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ നിന്നോട് ദൈവം ചേർന്ന് നിൽക്കും. അന്തോണിസ് പുണ്യാളിന് ഈ പറഞ്ഞ നിങ്ങളൊക്കെ കൂടാൻ കാരണം പുള്ളി ദൈവത്തോടെ ചേർന്ന് നിന്നോളൂ, ദൈവത്തിലെ ആശ്രയിച്ചിട്ടുള്ളൂ, ആ ദിവ്യകാരുണ്യത്തിലെ വളർന്നിട്ടുള്ളൂ. അതിന് കൃപയുണ്ടാകട്ടെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ബലി തുടരാം.